വളരെ സഡനായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു മൈസൂരേക്ക്. നമ്മൾ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാമൻ ഓൾറെഡി പറഞ്ഞു രാത്രി ബുക്ക് ചെയ്ത് വെച്ചോ, രാവിലെ ചിലപ്പം ഇതായിരിക്കും, തിരക്കായിരിക്കും, അങ്ങനെ സീറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. പോകുന്ന പോക്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതൊക്കെ കഴിച്ച് അങ്ങനെ പോയി. അവിടെ എത്തിയതിന് ശേഷം സ്റ്റാൻഡിലുള്ളൊരു ഷോപ്പിൽ നിന്ന് ഹൈദരാബാദി ബിരിയാണിയും അമ്മ പ്ലെയിൻ റൈസും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചായിരുന്നു. ഹൈദരാബാദി ബിരിയാണി ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ മൈസൂർ പാലസിലേക്ക് നടന്നിട്ടാണ് പോയത്. ആദ്യം പോയ സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു ഇപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ അല്ല, അപ്പുറത്ത് പോകണം. അങ്ങനെ കുറേ നടന്നിട്ടൊക്കെ ആണ് മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്ക് എത്തിയത്. അപ്പം നോർമലി എല്ലാ പാലസും കാണുന്ന പോലെ തന്നെ അതിലെനിക്ക് പ്രത്യേകമായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം നമ്മൾ കുറേ വീടുകളൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈലിംഗ് ആണെങ്കിലും പെയിൻറ്റിങ് ആണെങ്കിലും അതിലുള്ള എന്താ പറയുക ആ ഒരു വർക്ക്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പല വീടുകളിലും നമ്മൾ കാണുന്നതായതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരു കൊട്ടാരം എന്നുള്ള നിലയിൽ ഞാനും അമ്മയും പോയി ഫുള്ള് കണ്ടു. പിന്നെ കുറച്ച് സമയം ഞങ്ങളവിടെ പുറത്തൊക്കെ ഇരുന്ന് പിന്നെ നേരെ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നേരെ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. നൈറ്റിൽ ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ആ ടൈമിൽ നമ്മൾ ജെയിൻ ടെമ്പിളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. ഫുള്ള് മാർബിളിലാണ് വർക്കുള്ളത്. ഈവൻ ടൈൽസ് പോലും ആ ഒരു എന്താ പറയുക ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കളറുള്ള പീസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉള്ളിലെ ഓരോ വർക്കും ഫുൾ മാർബിളിലായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായി. ഈ വീഡിയോൻ്റെ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പം കാണാനുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. 20 രൂപയോ ആയിരുന്നു വാട്ടർമെലൺ ജ്യൂസിന്, പിന്നെ 30 രൂപയാണ് പൈനാപ്പിളിന്. ഫ്രൂട്ട്സിനൊക്കെ അവിടെ പൈസ കുറവാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മസാല ദോശ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. മൈസൂർ മസാല ദോശ ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആദ്യം കഴിച്ച സ്ഥലത്ത് നിന്ന് അത്ര വലിയ ടേസ്റ്റുള്ള മസാല ദോശയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് നമ്മൾ വേറൊരു സ്ഥലത്തു നിന്ന് മസാല ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ബട്ടറൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു മസാല ദോശയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. നേരെ പിറ്റേന്ന് നമ്മൾ ചാമുണ്ഡി ഹിൽസിൽ പോയി. അവിടെ ഒരുപാട് ടൈം ക്യൂ നിൽക്കേണ്ട വന്നു. കാരണം സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. സ്റ്റുഡൻസിൻ്റെ ട്രിപ്പ് പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൽ കുറേ കുട്ടികൾ ഞങ്ങൾ മുമ്പിലായാലും ബാക്കിലായാലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് കൗതുകമായിട്ട് തോന്നിയത് അവിടെ ഫുള്ള് ചരടിൽ വളയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു എന്തിനായിരിക്കും ഇത് കെട്ടിയിട്ടിട്ടുള്ളതെന്നുള്ളൊരു ആലോചനയൊക്കെ വന്നിട്ടുണ്ടായി. സ്ഥലങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അശ്വിനാണ്. അവൻ ഇവിടെ പോയിക്കോ അവിടെ പോയിക്കോ എന്ന് പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞതിൽ സെൻറ്റ് എന്തോ ഒരു ചേർച്ച് ഉണ്ടായിരുന്നു. അവിടെ പോകാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ അവൻ പറഞ്ഞ പോലെ തന്നെ സൂവിൽ പോയി. സൂ ഭയങ്കര വേർത്തായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിൽ ഒരുപാട് സൂവിലൊക്കെ പോയതുകൊണ്ട് തന്നെ അവിടെ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും കണ്ടിട്ടുള്ളത്. എനിക്കൊരു പ്രത്യേകത തോന്നി എന്താണെന്ന് വെച്ചാൽ നാട്ടിലാണെങ്കിൽ എല്ലാത്തിനെയും കൂട്ടിലിട്ടിട്ടാണ് വളർത്തുന്നത്. ആ ഒരു ഫീൽ വരും. സൂവിൽ പോയ പോലെ ഫീൽ വരും. ഇത് കാട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് അവർക്കും നമുക്കും തോന്നുന്ന വിധത്തിലാണ് ഫുള്ള് സൂവും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈഗറൊക്കെ ഉണ്ടായിരുന്നു. വൈറ്റ് ടൈഗറിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ അതൊരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായി. പിന്നെ ആ ഒരു 2 ടൈഗേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അവർ രണ്ടുപേരും 2 കൂട്ടിലുള്ളത്. പക്ഷെ ആ ഒരു സൗഹൃദം ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ബേഡ്സിനെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലം, നമ്മളെ ബേഡ്സിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ നടന്നു പോകുന്നത്, ബേഡ്സ് മേലെ കൂടെ ഇങ്ങനെ പറന്ന് കളിക്കുന്നൊക്കെ ഉണ്ടാവും. അതെനിക്കൊരു സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ടായി. പിന്നെ ആന കുറേ ടൈമിൽ ബാക്ക് തിരിഞ്ഞിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ സൈഡിലൊക്കെ പോയപ്പം തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നെങ്കിൽ കൂടി കുറേ ആൾക്കാരുടെ ഹെൽപ്പൊക്കെ കൊണ്ട് അടിപൊളി ട്രിപ്പായി മാറി.